വെൽക്കം ടു ഓൾ. ഐ ആം സതീഷ് കുമാർ. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് വേണ്ടേ? അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നിന്നും അല്പം വ്യത്യാസം വരുത്തി ഇന്ന് പുതിയൊരു ടോപ്പിക്കിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. മറ്റൊന്നുമല്ല, കണക്കിൻ്റെ കളികൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ കണക്കിൻ്റെ കളികളിൽ നമുക്കത് പറഞ്ഞു തുടങ്ങാം. ആദ്യമേ നമുക്ക് നോക്കുന്നു, നിങ്ങൾ ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. തുടർന്ന് അതിന് എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, മറ്റാരും കാണാതെ മനസ്സിലോ ഒരു പേപ്പറിലോ കുറിച്ചു വയ്ക്കുക. പിന്നെയോ ആ വിചാരിച്ച സംഖ്യ രണ്ടക്കമോ അല്ലെങ്കിൽ അതിലും വലുതോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊന്നും ചെയ്യണ്ട, അതിനെ തമ്മിൽ ഇങ്ങനെ കൂട്ടി ഒരൊറ്റ അക്കമാകുന്നവരെ മാറ്റുക. എങ്ങനെയെന്നറിയോ? അതാണ്ട് ഈ താഴെ കാണുന്നത് പോലെ. ഇപ്പൊ ഉദാഹരണത്തിന് അക്കം നമുക്ക് 757 ആണെന്ന് കരുതുക. അപ്പൊ നമ്മളെന്ത് 7 + 5 + 7 = 7 × 5 = 12 × 5 = 17 1 19 ആണെന്ന് കരുതി, അല്ലേ? അപ്പൊ തമ്മിൽ കൂട്ടി. പക്ഷേ ഇവിടെ നിർത്തിക്കളയല്ലേ, വീണ്ടും എന്ത് ചെയ്യണം? ആ 1-നെയും 9-നെയും വീണ്ടും കൂട്ടണം. 1 + 9 = 10. അപ്പൊ ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിർത്തിക്കളയല്ലേ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാലോ? ആ 1 + 0 = 1. അങ്ങനെ ഒരക്കമായി മാറുന്നത് വരെ ഇതിനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സംഖ്യ കിട്ടി. ഇപ്പോൾ ഞാനിവിടെ 1 പറഞ്ഞുവെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതോ ഒരു സംഖ്യ നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ ഒറ്റ അക്കം വരെ തുടർന്ന് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റൊരു ഇഷ്ടമുള്ള സംഖ്യ കൂട്ടാം. എന്ന് വെച്ചാൽ അതിലും മറ്റാരും അറിയണ്ട, നിങ്ങൾക്ക് വേറൊരു സംഖ്യ കൂടി ഇതിനോടൊപ്പം കൂട്ടാം. ഈ കൂട്ടാൻ പറയുന്ന മറ്റൊന്നുമല്ല, ഇനി നമുക്ക് ഗുണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഗുണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സംഖ്യ ആക്കാൻ വേണ്ടി, ഇപ്പം നമ്മുടെ കയ്യിലുള്ള സംഖ്യ നമുക്ക് എളുപ്പമുള്ളൊരു സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു സംഖ്യ കൂടെ അതിനോടൊപ്പം കൂട്ടാം. കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ മറ്റാരും കാണാതെ ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ കളി തുടങ്ങാം. അപ്പോൾ ഇപ്പൊ നമ്മളൊപ്പം സംഖ്യയുടെ കൂടെ ഒരു 12 കൂട്ടുക. അപ്പം നമുക്കിപ്പോൾ സംഖ്യയുള്ള സംഖ്യ 8 ആണെങ്കിൽ 12 × 8 = 20. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ അക്കമാക്കി മാറ്റുക. അതായത് 12 കൂട്ടിക്കഴിഞ്ഞാൽ 12, ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു 8 ആണെങ്കിൽ 12 × 8 = 20. 2 + 0 = 2. ഇനി 9 ആണ് കിട്ടിയെങ്കിൽ 12 + 9 = 21. 2 + 1 = 3. അപ്പൊ അങ്ങനെ ഇതിനെ മാറ്റുക. ഓക്കെ, വീണ്ടും അതിനെ 4 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടിയെങ്കിൽ, ഒറ്റക്കമായിട്ടുള്ള സംഖ്യ കിട്ടിയെങ്കിൽ അതിനെ 4 കൊണ്ട് നമ്മൾ അതിനെ 1 കൂടെ ഗുണിക്കുക. ഇനിയോ അതിനോടൊപ്പം ഒരു 6 കൂടി കൂട്ടുക. അപ്പോൾ നേരത്തെ 4 കൊണ്ട് ഗുണിച്ച് കിട്ടിയ സംഖ്യയെ കിട്ടുന്ന ഉത്തരത്തിനോട് കൂടി ഒരു 6 കൂട്ടുക. വീണ്ടും നമുക്ക് തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അക്കമാക്കി മാറ്റി എടുക്കുക. തമ്മിൽ കൂട്ടി ഒറ്റ അക്കമാക്കി മാറ്റുക. ഇപ്പോ കിട്ടിയ ആ ഒറ്റ അക്ക സംഖ്യയോട് കൂടി വീണ്ടും ഒരു 8 കൂട്ടിയിട്ട് അതിനെ ആ കിട്ടിയ സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുക. നമുക്ക് കിട്ടിയ സംഖ്യ 2 ആണെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ 2 × 8 = 10. 10 × 4 = 40. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ അതിനെ ഒറ്റ അക്കമാക്കി മാറ്റണം. തുടർന്ന് നമുക്ക് കിട്ടിയ ഒറ്റ അക്ക സംഖ്യയെ 8 കൂടി കൂട്ടുക. വീണ്ടും 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 പ്രാവശ്യം 8 കൂട്ടുകയും 4 കൊണ്ട് ഗുണിക്കുകയും ചെയ്തു. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അക്കമാക്കി മാറ്റി. ഇനി ഇപ്പൊ കിട്ടിയ ആ സംഖ്യയോടുകൂടി 1 കൂട്ടുക. എത്രയോ ആയിക്കോട്ടെ, ആ കിട്ടിയ സംഖ്യയെ ആ ഒറ്റ അക്ക സംഖ്യയോടുകൂടി 1 കൂട്ടിയിട്ട് 9 കൊണ്ട് ആ സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുക. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമ്മിൽ കൂട്ടി ഒറ്റ അക്ക സംഖ്യയാക്കി മാറ്റുക. വീണ്ടുമോ നമ്മുടെ കളി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോ ഇനി ആ സംഖ്യയുടെ കൂടെ 4 കൊണ്ട് 4 കൂട്ടിയിട്ട്, ഇപ്പൊ നമുക്ക് 6 ആണ് കിട്ടിയെങ്കിൽ 4 കൂട്ടുമ്പോൾ 10 കിട്ടും, അല്ലെ? ആ കിട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 10 × 2 = 20. അങ്ങനെ 2 കൊണ്ട് ഗുണിക്കുക. തുടർന്ന് ആ കിട്ടിയ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് 4 കൊണ്ട് 4 കൂട്ടി, അതിനുശേഷം 2 കൊണ്ട് ഗുണിച്ചു. അതിൽ നിന്നും കിട്ടിയ സംഖ്യയിൽ നിന്നും 1 കുറച്ചു.
തുടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒറ്റ അക്കമാക്കി നമ്മൾ മാറ്റി. ഇനി നമ്മൾ അതിനെ ആ സംഖ്യയെ നമുക്കിപ്പോ കിട്ടിയ സംഖ്യ 3 ആണെന്ന് കരുതുക. 3 ആണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ, ഇപ്പൊ 3 ആണെങ്കിൽ 3 ഗുണം 3, 4 ആണെങ്കിൽ 4 ഗുണം 4, 5 ആണെങ്കിൽ 5 ഗുണം 5, അങ്ങനെ നമ്മൾ കിട്ടിയ അതേ സംഖ്യ കൊണ്ട് തന്നെ ഒന്നും കൂടെ ഗുണിക്കുക. അതായത് ആ സംഖ്യയുടെ സ്ക്വയർ എടുക്കുക. ഇനി അതിനോടൊപ്പം തന്നെ അപ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യയെ കൂടെ നമ്മൾ 1 കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം, നിങ്ങളിനി ഏത് സംഖ്യയാണ് വിചാരിച്ചാലും, എത്ര വലുതോ എത്ര ചെറുതോ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഈ ഉത്തരം എങ്ങനെ കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ ഉത്തരം അല്ലെങ്കിൽ ഇതിന്റെ ട്രിക്ക് പിടികിട്ടാത്തവർ അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക് യു.